ഇപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ആപ്പ് തന്നെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്താൽ ഇവിടെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് ഒക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു റെസൊല്യൂഷനിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷനായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനുശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് അത് 4K ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് ഫുൾ HD ആയിരിക്കും. അപ്പം ഈ ഒരു ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ സെറ്റിംഗ്സിൽ ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷനാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റെക്കോർഡ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1080 എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. 30 FPS അല്ലാന്നുണ്ടെങ്കിൽ 60 FPS സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 4K റെസൊല്യൂഷനിലും നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്. ഞാൻ ഫുൾ HD റെസൊല്യൂഷനിൽ ഇടുകയാണ്. ഇനി നിങ്ങൾക്ക് സ്ലോ മോഷൻ്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള വീഡിയോ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റെക്കോർഡ് സ്ലോ മോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സിനിമാറ്റിക് വീഡിയോയുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സിനിമാറ്റിക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷനാണ് ഇവിടെ കാണിക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഐഫോൺസിൽ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലുള്ള ഡിഫാൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.